Hi friends, എല്ലാവർക്കും സ്വാഗതം. +2 മാത്തമാറ്റിക്സിലെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ, മാക്സിമ ആൻഡ് മിനിമ എന്നീ രണ്ട് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ ഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാനിവിടെ ചോദ്യം എഴുതാം. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതാണ് ഗ്രാഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഗ്രാഫാണെന്ന് വിചാരിക്കണം. പക്ഷെ ഈ ഗ്രാഫ് എഫ് ഓഫ് എക്സ് ന്റെ ഗ്രാഫല്ല, ഫംഗ്ഷന്റെ ഗ്രാഫല്ല, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫാണ്. എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് എഫ് ഡാഷ് എക്സിന്റെ ഗ്രാഫാണ്. എഫ് ഡാഷ് എക്സിന്റെ ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഇതില് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ്. ആദ്യം ചോദിച്ചിരിക്കുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് ഏതെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്രിട്ടിക്കൽ പോയിന്റ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ്. സ്വാഭാവികമായിട്ടും ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടെങ്കിൽ ഒന്നിലധികം ഇന്റർവെൽസ് ഉണ്ടാവും. ആ ഇന്റർവെൽസിൽ എവിടൊക്കെയാണ് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവുക, ഡിക്രീസിംഗ് ആവുക എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ചോദ്യം ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടെങ്കിൽ അത് ലോക്കൽ മാക്സിമ ആണോ, അതല്ല ലോക്കൽ മിനിമ ആണോ, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, അങ്ങനെ മൂന്ന് കേസാണല്ലോ ഉള്ളത്. അതിൽ ഏതായിരിക്കും ആ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന്. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണെന്നത്. നിങ്ങൾക്കറിയാം ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സിന്റെ ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സ്, അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. നമ്മുടെ കേസിൽ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ് ആണ് യഥാർത്ഥത്തിൽ ക്രിട്ടിക്കൽ പോയിന്റ്. ഇവിടെ നോക്കാം, നമുക്ക് എഫ് ഡാഷ് എക്സ് 0 ആവുക എന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ടാണ് എക്സ് ആക്സിനെ അത് ടച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നത്. എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഇവിടെ അത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇവിടെ ഒരൊറ്റ ക്രിട്ടിക്കൽ പോയിന്റേ ഉള്ളൂ, എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി, ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 0. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതൊക്കെ ഇന്റർവെല്ലിലാണ് ഈ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവുക, ഡിക്രീസിംഗ് ആവുക എന്നുള്ളതാണ്. ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആയതുകൊണ്ട് തന്നെ മൊത്തം റിയൽ നമ്പർ ലൈൻ എന്ന് പറഞ്ഞ ഇന്റർവെൽ, മൊത്തം റിയൽ നമ്പറിനെ ഇത് രണ്ട് ഇന്റർവെൽ ആക്കി സ്പ്ലിറ്റ് ചെയ്യും. 0 വെച്ചിട്ട് രണ്ട് ഇന്റർവെൽ ആയിട്ട്. ഒന്നാമത്തെ ഇന്റർവെൽ -∞ to 0 എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഇന്റർവെൽ. രണ്ടാമത്തെ ഇന്റർവെല്ലില് 0 ∞. ഈ ഓരോ ഇന്റർവെല്ലിലും നമ്മൾ എഫ് ഡാഷ് എക്സിന്റെ സൈൻ ചെക്ക് ചെയ്യാം. സൈൻ ഓഫ് എഫ് ഡാഷ് എക്സ് ആണ് ഇവിടെ എഴുതുന്നത്. സൈൻ ഓഫ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് -∞ 0 എന്നുള്ള ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഇന്റർവെൽ. ഇവിടെ എഫ് ഡാഷ് എക്സ് ആണ് ഇത്. എഫ് ഡാഷ് എക്സ് കംപ്ലീറ്റ് ആയിട്ടും ഈ ഗ്രാഫ് ഫുൾ ആയിട്ട് എക്സ് ആക്സിന്റെ മുകളിലേക്കാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണ്. എക്സ് ആക്സിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എന്നാണ് ഇതിന്റെ. എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് സൈൻ ഓഫ് എഫ് ഡാഷ് എക്സ് ഈസ് പോസിറ്റീവ്. എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഇന്റർവെല്ലില് ഫംഗ്ഷൻ ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയിരിക്കും. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ്. അതേസമയം 0 ∞ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇന്റർവെൽ, ഈ രണ്ടാമത്തെ ഇന്റർവെല്ലിലും ഫംഗ്ഷൻ ഗ്രാഫ് കംപ്ലീറ്റും എക്സ് ആക്സിന്റെ മുകളിലേക്കാണ് നിൽക്കുന്നത്. എക്സ് ആക്സിന്റെ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ വീണ്ടും എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണ്. എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ അഗൈൻ ഇൻക്രീസിംഗ് എന്നുള്ള ആൻസർ തന്നെ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് ഇന്റർവെല്ലിലും, മൊത്തം രണ്ട് ഇന്റർവെല്ലാണുള്ളത്, രണ്ട് ഇന്റർവെല്ലിലും ഫംഗ്ഷൻ ഇൻക്രീസിംഗ് എന്നാണ് കിട്ടുന്നത്. അതിന്റെ കാരണം സൈൻ ഓഫ് എഫ് ഡാഷ് എക്സ് ഈസ് പോസിറ്റീവ്. പോസിറ്റീവ് മീൻസ് ഗ്രാഫ് ഫുള്ളായിട്ട് നമ്മുടെ എക്സ് ആക്സിന്റെ മുകളിലുള്ളത്. ഇനി ഈ 0 എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ പോയിന്റ് ഒരു മാക്സിമം പോയിന്റ് ആണോ, മിനിമം പോയിന്റ് ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോയിന്റ് ആണോ എന്നാണ് നമ്മുടെ ലാസ്റ്റ് ചോദ്യം. അതിന്റെ ആൻസർ കിട്ടാൻ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ കൺക്ലൂഷൻസ് നമുക്ക് അറിയാവുന്നതാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഈ ക്രിട്ടിക്കൽ പോയിന്റ്. ഈ ക്രിട്ടിക്കൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ 0 എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് പോസിറ്റീവ് ആണ്. ഡാഷ് എക്സ് ഈസ് പോസിറ്റീവ്. ഗ്രാഫ് മേലേക്കാണ് പോസിറ്റീവ്.
x is equal to 0 ന്റെ റൈറ്റ് സൈഡിൽ ഈ ഭാഗത്തേക്കും f dash x പോസിറ്റീവ് ആണ്. രണ്ട് സൈഡിലും f dash x ലെഫ്റ്റ് സൈഡിലും പോസിറ്റീവ് റൈറ്റ് സൈഡിലും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ f dash x does not change the sign. f dash x ക്രിട്ടിക്കൽ പോയിന്റിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ f dash x ന്റെ സൈൻ ചേഞ്ച് ആവുന്നില്ല. ഇവിടെയും പോസിറ്റീവ്, ലെഫ്റ്റിലും പോസിറ്റീവ്, റൈറ്റിലും പോസിറ്റീവ്. അതുകൊണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ ഒരു മൂന്നാമത്തെ കൺക്ലൂഷൻ ഉണ്ട്. If f dash x does not change the sign, then the critical point x is equal to 0 is a point of inflection. x is equal to 0 is a point of inflection എന്നാണ് നമ്മൾ പഠിച്ചത്. Point of inflection. x is equal to 0 is neither a point of local maxima nor a point of local minima, but it is a point of inflection. The first derivative test ന്റെ മൂന്നാമത്തെ കൺക്ലൂഷൻ ആണ് f dash x does not change the sign. x is equal to 0 is a point of inflection. ഇതാണ് ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.